ഇന്ന് 75 ഹാർഡ് ചലഞ്ചിൻ്റെ 22ാം ദിവസം. രാവിലെയാണ് കട്ടപ്പനയിൽ നിന്നും ട്രിപ്പെല്ലാം കഴിഞ്ഞ് വന്നത്. നല്ല ടയർഡാണ്, ബസ്സിൽ നല്ല ഉറക്കമൊന്നും കിട്ടില്ല. അതുകൊണ്ട് വന്ന ഉടനെ ഒരു കോഫി ഇട്ട് കുടിച്ചു. അതിനുശേഷം ഒരു 4 മുട്ടയും പുഴുങ്ങിയത് കഴിച്ച്. ആ സമയത്താണ് നമ്മുടെ പ്രോട്ടീൻ പാഴ്സൽ വരുന്നത്. കുറേ ദിവസമായി ഓർഡർ ചെയ്തിട്ട് ഇപ്പോഴാണ് വരുന്നത്. ഇത്തവണ വേ അല്ല ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്, കസൈൻ ട്രൈ ചെയ്യാമെന്ന് കരുതി. കസൈനും വേയും പാലിൽ നിന്നും എടുക്കുന്നതാണെങ്കിൽ പോലും കസൈൻ ഇത് ടോട്ടലി വേയേക്കാളും ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ലോ റിലീസായിട്ടാണ് ബോഡിയിലേക്ക് സപ്ലൈ കൊടുക്കുന്നത്. പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേയുടെ അത്രയും ഫാസ്റ്റായിട്ട് ഇത് അബ്സോർവ് ചെയ്യില്ല. നല്ല സ്ലോ ആയിട്ട് ഒരു 5-6 മണിക്കൂറെങ്കിലും എടുത്താണ് ഇത് അബ്സോർവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കസൈൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സോ ഞാൻ ബിഫോർ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന ടൈം നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കസൈൻ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു പ്രോട്ടീൻ ഷേക്കും കുടിച്ച് നേരെ പോയത് ലെഗ് വർക്കൗട്ട് ചെയ്യാൻ. ലെഗ് വർക്കൗട്ട് കഴിഞ്ഞ് നേരെ തിരിച്ചു വന്നു. നമ്മൾ ഒരു 3-4 ദിവസത്തേക്കുള്ള ചിക്കൻ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല. ഔട്ട്ഡോർ വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ടെറസിൻ്റെ മണ്ടയിൽ തന്നെ നമ്മൾ കുറച്ച് സ്ട്രെച്ചസും ബോഡി വെയിറ്റ് വർക്കൗട്ട് ഒരു 45 മിനിറ്റ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഓൺലൈൻ ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞപ്പോൾ നല്ലപോലെ ലേറ്റായി. അതുകൊണ്ട് കുക്ക് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഒരു ചിക്കൻ ബാർബിക്യൂ ഓർഡർ ചെയ്ത് അതും കഴിച്ച് അങ്ങനെ നമ്മുടെ ബുക്ക് റീഡിങ്ങും കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഡേ 22 കംപ്ലീറ്റ്.